വാദഗതികൾക്കപ്പുറത്ത് നിന്ന് ചില കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ദേശീയ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ ദേശീയ സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തെ, അക്രമ രാഷ്ട്രീയത്തെ അപലപിക്കാത്ത കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും, നേരത്തെ റിയാസ് എടുത്തു പറഞ്ഞു, ഈ കോലീബി എന്ന രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച്, മഴവിൽ സഖ്യത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്. ഈ കൊലപാതക രാഷ്ട്രീയത്തിലും അതുണ്ട് എന്നാണോ പറയുന്നത്? ഞാൻ രണ്ട് സാഹചര്യങ്ങളാണ് ചോദിച്ചത്, ദേശീയവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കോലീബി എന്നത് കൊലപാതക രാഷ്ട്രീയങ്ങളിലും അന്തർലീനമാണോ, ആ അന്തർധാരയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉദാഹരണത്തിന് ഈ സാധാരണ കോലീബി വരിക തെരഞ്ഞെടുപ്പ് സമയത്താണ്. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് കർസേവകർക്ക് ഇഷ്ടിക നൽകിയ ഡോക്ടർ മാധവൻകുട്ടി ഈ കോലീബിയുടെ സ്ഥാനാർത്ഥിയായി ജനാബ് മാധവൻകുട്ടി സാഹിബായ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കോലീബിയുടെ പ്രത്യേകത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സമരങ്ങളിലും ചാനൽ ചർച്ചകളിലും പത്രസമ്മേളനങ്ങളിലും വരെ ആ സഖ്യത്തെ കാണാനിടയായി. പത്രസമ്മേളനങ്ങളിൽ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ കുറിപ്പ് അടിയിൽ പേരും ഒപ്പും മാറ്റി കോൺഗ്രസ് നേതാവിൻ്റെ പേരെഴുതി നടത്തുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ തുടർ ഭരണം ഒരു കാരണവശാലും അംഗീകരിക്കാതിരിക്കാൻ അസംബന്ധങ്ങളാണ്, അസത്യങ്ങളാണ്. ഗീബൽസിൻ്റെ ശിഷ്യന്മാരാണ് ഇവിടെ നേരത്തെ മുന്നിലിരിക്കുന്ന ആ BJP പ്രതിനിധി ഉൾപ്പെടെയുള്ള BJPക്കാർ ഗീബൽസിൻ്റെ ശിഷ്യന്മാരാണ്. ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാക്കുന്ന ഗീബൽസിയൻ തന്ത്രം. അത് പറയട്ടെ എന്ന് കയറി ഇടപെടല്ലേ? നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടോ. ഉത്തർപ്രദേശിലെ സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പ്രചരിപ്പിച്ച എന്താണെന്നറിയാം? ഇത് ഇപ്പൊ തുടങ്ങിയാണോ? ഇത് ഇപ്പൊ തുടങ്ങിയതല്ലോ. ഗുജറാത്ത് ഉത്തർപ്രദേശ് നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദളിതരെ വേട്ടയാടുന്ന RSS BJP നേതൃത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദളിത് പേരിൽ വന്നൊരാൾ ദളിതരുടെ വേട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവിടെ ഇരുത്തിയതാ. ദളിത് മോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ദളിതരെ ചുട്ടുകൊല്ലുന്ന, ദളിതരെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ദളിത് വേട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടി BJPയിലും ഇങ്ങനെയൊരു സംഘടനയുണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ദളിത് മോർച്ചയും ആ ദളിത് മോർച്ചയ്ക്ക് ഒരു പ്രസിഡന്റും. അല്ല, എനിക്ക് റിയാസ് ഒരു സംശയമുണ്ട്. കാരണം ഇന്ന് ഈ ചർച്ചയ്ക്ക് നേരത്തെ താങ്കൾ ആദ്യം സൂചിപ്പിച്ച BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ചർച്ചയ്ക്ക് വരും എന്നാണ് ആദ്യം നമ്മളോട് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം റിയാസ് പറഞ്ഞതുമായി ഒന്ന് ബന്ധപ്പെടുത്തി, ഒരു ദളിത് യുവാവാണ് കൊല്ലപ്പെട്ടത് എന്നൊരു സാഹചര്യം, ആ നിലയിലൊക്കെ കൂടി BJP നേതൃത്വം ബോധപൂർവം ഇദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിട്ടു എന്നാണോ പറയുന്നത്? BJP നേതൃത്വം ഈ വിഷയത്തിൽ ഒളിച്ചോടുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം തന്നെ, ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തെ ന്യായീകരിക്കുകയും ആ ചെറുപ്പക്കാരന് വ്യക്തിഹത്യ നടത്തുന്നതിൻ്റെ ക്യാപ്സ്യൂളാണ് BJP സംസ്ഥാന പ്രസിഡന്റ് പ്രതികരണം. സ്വാഭാവികമായിട്ടും ആ പ്രതികരണം അദ്ദേഹം നടത്തിയാൽ പിന്നെ ബാക്കിയുള്ളവർ അതിൻ്റെ അപ്പുറം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവർ തുടർച്ചയായി ജീവിച്ചിരിക്കുന്നവരെയും കൊല്ലപ്പെട്ടവരെയും അസംബന്ധങ്ങളും അസത്യങ്ങളും നടത്തി പ്രചരിപ്പിച്ച് കൊലപ്പെടുത്തുന്ന പണിയല്ലേ ഇവരെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ കൈരളി ചാനൽ പുറത്തുവിട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ജ്യേഷ്ഠൻ കുമാരനുമായി ബന്ധപ്പെട്ട വാർത്ത, തലശ്ശേരി കലാപത്തിൽ പള്ളി സംരക്ഷിച്ച കുമാരനെ പള്ളി തകർത്തവൻ എന്ന് പരസ്യമായി പ്രചരിപ്പിച്ചവരല്ലേ ഇവർ. ഇപ്പോൾ വാർത്തയും പുറത്ത് വന്നിട്ട് ഇവർ തെറ്റാണെന്ന് പറഞ്ഞത് പാളിച്ച പറ്റിയെന്ന് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇത് ഒരു സംഭവമാണോ? ഇപ്പോൾ ഭൂമിയിലില്ല ഈ കുമാരൻ. ഭൂമിയിലില്ലാത്ത കുമാരനെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന കുമാരന്മാരെയും കൊലപ്പെടുത്തുകയും ആ കൊലപ്പെടുത്തിയിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വീണ്ടും വീണ്ടും നുണ പറയുകയും ചെയ്യുന്നവരല്ലേ ഇവർ. സനൂപിനെ കൊലപ്പെടുത്തിയിട്ടും ഇപ്പം കൊല്ലപ്പെട്ട സനൂപിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ. അദ്ദേഹത്തിന് തയ്യാറായില്ല ഒരു തരത്തിൽ. ഇപ്പോൾ കാരശ്ശേരി മാഷൊക്കെ ആവർത്തിച്ച് വിമർശിക്കുകയും അപലപിക്കണമെന്ന് പറഞ്ഞിട്ടും, നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞിട്ടും, റിയാസ് രാഷ്ട്രീയമായി അതിനെ ചോദ്യം ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റമില്ല. അതെ, അദ്ദേഹം ആഹ്ലാദിക്കുകയാണ്. ആ ആഹ്ലാദത്തിന് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ നടത്തുന്ന പത്രസമ്മേളനത്തിലെ പദപ്രയോഗങ്ങളും ചാനൽ ചർച്ചകളിലെ പ്രകോപനപരമായ ആഹ്വാനങ്ങളുമാണ് ഒരു DYFIക്കാരനെ, ഒരു CPIMകാരനെ കണ്ടാൽ കൊല്ലണമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഓരോ പ്രദേശത്തെയും RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും എത്താൻ കാരണം. ഇതിൽ യഥാർത്ഥത്തിൽ ഈ ആഹ്വാനം നടത്തുന്നവരാണ് ഈ കേരളത്തിൽ 45 ദിവസത്തിനിടയിൽ 4 ചെറുപ്പക്കാർ CPIM ആയതുകൊണ്ട് മാത്രം കൊല്ലപ്പെടാനിടയായ കാരണത്തിൻ്റെ മുഖ്യ ഉത്തരവാദികൾ. കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ പ്രകോപനപരമായ നിലപാട് അവസാനിപ്പിക്കണം.
BJPയുടെ നേതൃത്വം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് വെള്ളപൂശുന്ന പണി മുസ്ലിം ലീഗ് എടുക്കരുത്. നിങ്ങളുടെ ഈ നിലപാട് DYFIക്കാരെ കണ്ടാൽ, CPM-കാരെ കണ്ടാൽ, ഒരു നാട് സ്നേഹിക്കുന്നവർ ആ നാട് സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തിലേക്ക് സനൂപിൻ്റെയും ഹക്കിൻ്റെയും മിഥുലജിൻ്റെയും സിയാദിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആളുകൾ വരുന്നതിൽ ഭയപ്പെട്ട് അവരെ വകവരുത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ പൊതുമാപ്പ് പറയണം. നിങ്ങൾ നിലപാട് തിരുത്തണം. ഇല്ലെങ്കിൽ ജനം നിങ്ങളെ തിരുത്തും. ഒരു സംശയം വേണ്ടതില്ല.